ഹലോ എവരിവൺ. ഐസർ അഡ്മിഷനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. ഐസർ പ്രിഫറൻസ് ഫോമും പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ഫോമും സബ്മിറ്റ് ചെയ്യാനുള്ള ഡെഡ് ലൈന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ജൂലൈ 4 തീയതി ഉച്ച 12 മണി വരെ ആയിരുന്നു ഡെഡ് ലൈന്. എക്സ്റ്റെൻഡ് ചെയ്ത ഡെഡ് ലൈന് ജൂലൈ 6 തീയതി ഉച്ച 12 മണി വരെയാണ്. ഒരുപാട് സ്റ്റുഡൻസിന്റെ റിക്വസ്റ്റ് പരിഗണിച്ചാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ എക്സ്റ്റൻഷൻ തീർച്ചയായിട്ടും ഐസറിന്റെ അഡ്മിഷനിലേക്കുള്ള പ്രിഫറൻസ് ഓർഡറും മാർക്കും അതുപോലെ കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്കും അതുപോലെ അപ്ലോഡ് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്ന ആളുകൾക്കും ഒരു ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പൊ നമുക്ക് ജൂലൈ 6 ഉച്ച 12 മണി വരെയാണ് നമ്മുടെ ഫോമുകൾ സബ്മിറ്റ് ചെയ്യാൻ സമയമുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാറ്റഗറി ആളുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അതുപോലെ ഐസർ പ്രിഫറൻസ് ഇതെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ സബ്മിറ്റ് ചെയ്ത ഡാറ്റ നിങ്ങളുടെ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ റീഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ പ്രത്യേകിച്ച് ഇനി ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഇനി രണ്ടാമത്തെ ടൈപ്പ് ആളുകൾ എന്ന് പറയുന്നത് അവര് ഓൾറെഡി ഇതെല്ലാം സബ്മിറ്റ് ചെയ്തു, പക്ഷെ +2 മാർക്കിലോ മാർക്ക് ഷീറ്റിലോ കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റിലോ അതും അല്ലെങ്കിൽ ഐസറിന്റെ പ്രിഫറൻസ് ഓർഡറിലോ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഈ എക്സ്റ്റെൻഡഡ് വിൻഡോ ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആളുകൾ എന്ന് പറയുന്നത് ഇതുവരെ ഐസർ പ്രിഫറൻസ് ഓർഡർ ഒന്നും തന്നെ കൊടുക്കാത്ത ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഐസർ കൗൺസിലിംഗിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാനത്തെ ചാൻസുമായിരിക്കും ഇത്. അപ്പോൾ ഒന്നും ഫില്ല് ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ഈ കൗൺസിലിംഗിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ എല്ലാ നെസസറി ഫീൽഡ്സും ഫില്ല് ചെയ്യുക. അപ്ഡേറ്റഡ് ആയിട്ടുള്ള മാർക്ക് ഷീറ്റ് കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ട് കൗൺസിലിംഗിന് വേണ്ടി പങ്കെടുക്കാവുന്നതാണ്. പുതിയ അപ്ഡേറ്റ് അനൗൺസ് ചെയ്തതിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട് എന്ന് പറയുന്നത് ഈ എക്സ്റ്റൻഷൻ ഫൈനൽ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഇനിയൊരു ഡെഡ് ലൈൻ എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യുക. ഫോമുകൾ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ എല്ലാ ഇൻസ്ട്രക്ഷൻസും കെയർഫുൾ ആയിട്ട് വായിച്ചിട്ടുണ്ട് എന്നത് നിങ്ങൾ ഉറപ്പുവരുത്തുക. സോ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, കൗൺസിലിംഗ് പ്രോസസ്സിന് വേണ്ടിയുള്ള രജിസ്ട്രേഷന് ഇപ്പോൾ നമ്മൾ ഫീസ് ഒന്നും അടയ്ക്കേണ്ടതില്ല. അതായത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് കൗൺസിലിംഗ് നടക്കുന്നത്. ഇനി ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് +2 മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യുക, അതുപോലെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക, അതിൻ്റെയൊക്കെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു കൊടുത്ത 12th മാർക്ക് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ് അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കാസ്റ്റ് പല ആൾക്കാരും OBC NCL ഉള്ളത് മാറി OBC എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമന്റ് ബോക്സിലൂടെയും അതുപോലെ മെസ്സേജ് ആയിട്ടും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ജൂലൈ 6 ഉച്ച 12 മണി വരെ ചാൻസ് ഉണ്ട്. എന്താണ് അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഐസർ അഡ്മിഷൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക്, ഐസർ അഡ്മിഷൻ വെബ്സൈറ്റിലേക്ക് നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് എല്ലാം ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിനു ശേഷം നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണുക. അതിൽ ആ വിൻഡോയിൽ നമ്മൾ ആദ്യം ഗോ ടു പേഴ്സണൽ ഡീറ്റെയിൽസ് ഫോം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ വിൻഡോ ഓപ്പൺ ആയി വരും. അത് എന്തായാലും ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ ബ്രൗസറിലാണ്, ഏതൊക്കെയാണ് നല്ല ബ്രൗസേഴ്സ് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എനിവേ അത് ക്ലോസ് ചെയ്താൽ മതി. അത് ക്ലോസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം അവിടെ ഏറ്റവും താഴത്തായിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ നെക്സ്റ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇടത് ഭാഗത്ത് സൈഡിലായിട്ട് ഇവിടെ നോക്ക്, ക്ലാസ് 12th ഓർ ഇക്വലന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത മെനുവിൽ അടുത്ത പേജിൽ നിങ്ങൾക്ക് ഓരോരോ സബ്ജക്റ്റ്, അതിൽ നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്ത മാർക്ക് ആൻഡ് എത്രയായിരുന്നു മാക്സിമം മാർക്ക് എന്നുള്ളത് ഒന്നും കൂടെ എഡിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഓപ്ഷൻ അതെല്ലാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ അപ്പൊ അവിടെ താഴെ ഒരു നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. അതിന്റെ താഴെ ആ നെക്സ്റ്റ് ബട്ടൺ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് കൊടുത്താൽ ഇനി അടുത്ത വരുന്ന പേജിൽ ഡോക്യുമെന്റ് അപ്ലോഡ് എന്ന് പറയുന്ന ഒരു പേജാണ് വരുന്നത്. അതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക്
കാറ്റഗറി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ്, പ്ലീസ് അപ്ലോഡ് കോപ്പി ഓഫ് യുവർ കാറ്റഗറി ഓർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, യു വിൽ നീഡ് ടു പ്രൊഡ്യൂസ് ഒറിജിനൽ വെൻ നെസസറി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ സൈഡിലായിട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. അത് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഇപ്പം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള, അതായത് നിങ്ങളുടെ കയ്യിൽ പുതിയൊരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി OBC NCL ആണ്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി OBC ആയി പോയി. അപ്പൊ നിങ്ങളുടെ OBC NCL കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ആ സർട്ടിഫിക്കറ്റ്, പുതിയ സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്തത് ശരിയല്ലേ എന്നുള്ളത് ഇവിടെ സൈഡിലായിട്ട് ഒരു വ്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. ആ വ്യൂ എന്ന് പറയുന്ന സാധനം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡോക്യുമെന്റ് അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്താം. അതിനുശേഷം നിങ്ങൾ വീണ്ടും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. വീണ്ടും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ 12th ക്ലാസ്സിന്റെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് കൊടുക്കുന്നു. നിങ്ങളുടെ പുതിയ മാർക്ക് ഷീറ്റ്, പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്ക് ഷീറ്റ് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു. ചെയ്ത ഡോക്യുമെന്റ് കറക്റ്റ് തന്നെ അല്ലേ എന്ന് അറിയാൻ വേണ്ടി വ്യൂ ഞെക്കുക. ആ PDF ഒന്ന് നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. ഇത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വീണ്ടും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. ഇനി ഇൻ കേസ് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതിയിട്ട് +2 സർട്ടിഫിക്കറ്റ് മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഏറ്റവും മുകൾ വശത്തായിട്ട് 12th സർട്ടിഫിക്കറ്റിന്റെ സൈഡിലായിട്ട് 12th ഇംപ്രൂവ്മെന്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇപ്പൊ എനേബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ആ ഓപ്ഷനിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫയല് അപ്ലോഡ് ചെയ്യുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ കാര്യം 12th ഇംപ്രൂവ്മെന്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഇനി അതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ 12th മാർക്കിന് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുത്തു. മാർക്ക് ഷീറ്റ് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു. ഇനി കാസ്റ്റ് ഞാൻ പറഞ്ഞു OBC NCL പോലെയുള്ള എന്തെങ്കിലും മിസ്മാച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള അതും നമ്മൾ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഭാഗം നമ്മൾ എല്ലാം വായിച്ചു നോക്കി അതെല്ലാം ശരിയാണ് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഇവിടെ ടിക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ ഇപ്പൊ അപ്ലോഡ് ചെയ്തതെല്ലാം നമുക്കറിയാം 6-ാം തീയതി വരെ സമയമുള്ളൂ. ഇതെന്തായാലും അപ്ലോഡ് ചെയ്താൽ ഫൈനൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് കാണാൻ വേണ്ടി പ്രിവ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്താൽ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ക്യാപ്ച വെച്ചിട്ട് നമ്മൾ അവിടെ ഉള്ളത് ഈ എന്താണോ സ്ക്രീനിൽ കാണിക്കുന്നത് അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫൈനലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതോടുകൂടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുള്ള ഒരു ഫൈനൽ സബ്മിഷൻ ആയിട്ട് അത് മാറിയിട്ടുണ്ടാവും. അപ്പോഴേക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ടാവും. പിന്നെ യാതൊരുവിധ സർട്ടിഫിക്കറ്റിലോ മാർക്കിലോ ഒന്നും ഇഷ്യൂ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജൂലൈ 6 ഉച്ച 12 മണിക്കാണ്. അതാരും മറക്കാതെ ഇരിക്കുക. ഇതുപോലെയുള്ള ഐസറിനെ കുറിച്ചും ഐസറിന്റെ അഡ്മിഷനെ കുറിച്ചുള്ള റെഗുലർ അപ്ഡേറ്റുകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള റെഗുലർ അപ്ഡേറ്റ്സിന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വാല്യൂബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ പറയാവുന്നതാണ്. സോ അടുത്ത അപ്ഡേറ്റുകളായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.